ഓക്കെ, അപ്പൊ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്താന്ന് പറയണ്ട, ഗസ് ചെയ്യാനായി. പ്ലീസ് ഗസ്. ഓക്കെ ഓക്കെ. പേളിയുടെയും ശ്രീനിഷിൻ്റെയും ഇളയമകൾ നിതാരയ്ക്ക് 4 മാസം തികഞ്ഞിരിക്കുന്നു. പ്രസവശേഷമുള്ള വിശ്രമകാലം പേളി ഏതാണ്ട് മുഴുവനായും അവസാനിപ്പിച്ചിരുന്നു. യാത്രാ വ്ളോഗ്, വിവാഹാഘോഷം എന്നിങ്ങനെ ഏതാണ്ട് പൂർണ്ണമായി എല്ലാ പരിപാടികളിലും പേളി നിറഞ്ഞു നിൽപ്പാണ്. നിതാരയെ ഗർഭം ധരിച്ച സമയത്താണ് കൊച്ചിയിലെ ദ്വീപിൽ പേളിയും കുടുംബവും പുത്തൻ ഫ്ലാറ്റ് വാങ്ങിയത്. പുത്തൻ ഫ്ലാറ്റിൻ്റെ താക്കോൽ സ്വീകരണ ചടങ്ങ് നടക്കുമ്പോൾ നിതാര ബേബി പിറന്നിരുന്നു. നിലയെയും അച്ഛൻ മാണി പോളിനെയും കൂട്ടിയാണ് പേളി വീടിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങിയത്. 4 മാസക്കാരി നിതാര ബേബിക്ക് കൂടുതൽ സന്തോഷം വന്നു ചേരുകയാണ്. ചുറ്റും നടക്കുന്നത് എന്താണെന്ന് ഒരു ധാരണയും ഇല്ലാത്ത നിതാരയെ കയ്യിലെടുത്ത് നിലയെ ഒരു കയ്യിൽ പിടിച്ച് നടത്തിയും ഒരു പുതിയ സ്ഥലത്ത് വരുന്ന പേളിയും ശ്രീനിഷുമാണ് അവരുടെ പുതിയ വീഡിയോയിൽ. ഈ സ്ഥലത്ത് ഒരു സർപ്രൈസ് ഉണ്ട്. നിതാരയെ സംബന്ധിച്ച് ജീവിതത്തിലെ ആദ്യത്തെ അവസരമാകും ഇത്. നിതാര പിറക്കുന്നതിനു മുമ്പ് നിറവേറുമായി പേളിയും ഒപ്പം ശ്രീനിഷ് അരവിന്ദും നടത്തിയ യാത്രകൾ അവരുടെ ആരാധകർ മറന്നിരിക്കില്ല. ടർക്കിയിലേക്കായിരുന്നു അവരുടെ ബേബി മോൺ ട്രിപ്പ്. അന്ന് ഇതെല്ലാം അമ്മയുടെ വയറിനുള്ളിൽ കിടന്ന് ആസ്വദിക്കേണ്ടി വന്നുവെങ്കിൽ ഇനി നിതാരയ്ക്കും ഫ്ലൈറ്റിൽ കയറി ടൂർ പോകാം. ഡൊമസ്റ്റിക് വിദേശ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്ന ടൂർ കമ്പനിയിലേക്കാണ് പേളിയും ശ്രീനിയും അവരുടെ മക്കളും ചെന്ന് കയറിയത്. കാര്യം എന്തെന്ന് പേളി വ്യക്തമാക്കിയിട്ടില്ല. ഗസ് ചെയ്യാൻ ആരാധകരോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങോട്ടാണ് യാത്രയെന്ന പേളിയും ശ്രീനിഷും അധികം വൈകാതെ വെളിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം. കൈക്കുഞ്ഞായത് കാരണം പേളിക്കൊപ്പം ഒരു ഫ്ലൈറ്റ് യാത്രയിൽ നിതാര ബേബി കൂടെയുണ്ടായിരുന്നു. പേളിയുടെ അമ്മയാണ് അന്ന് പേളിക്കും മകൾക്കുമൊപ്പം യാത്ര ചെയ്തത്. പേളിയുടെ കസിൻ ശ്രദ്ധയുടെ മധുരവെപ്പ് ചടങ്ങിൽ പേളിയും ശ്രീനിഷും മക്കളായ നിലയും നിതാരയും ഉണ്ടായിരുന്നു.